ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ കിരണും ബൈജും അതുപോലെ രതീഷും പറയുന്നുണ്ട്, ഇനിയിപ്പോ കാർത്തികയുടെ വിവാഹം മുടക്കാനായിരിക്കും അവൻ നോക്കുന്നുണ്ടാകുക. അതുകൊണ്ട് എത്ര പെട്ടെന്ന് നമുക്ക് ആ വിവാഹം നടത്താവോ അത്രയും പെട്ടെന്ന് നടത്തിയേ പറ്റൂ. ഇനി അവനെ പേടിച്ചിട്ട് ഈ വിവാഹം മാറ്റി വെക്കരുത് അളിയ എന്ന് ബൈജു പറയുമ്പോ കിരൺ പറയുന്നുണ്ട്, അതെ എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആ വിവാഹം മാറ്റി വെക്കരുത്, പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് തന്നെ ആ വിവാഹം നടന്നിരിക്കണം എന്ന് കിരണും പറയാണ്. ശേഷം കിരൺ നേരെ എസ് ഐനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. എസ് ഐനോട് പറയുന്നുണ്ട്, അവൻ എന്തായാലും കാർത്തികയുടെ വിവാഹം ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് ഒന്ന് പോവാൻ ചാൻസ് ഇല്ല സർ എന്ന് പറയാണ്. അപ്പോ എസ് ഐ പറയുന്നുണ്ട്, കിരണെ അവനെ അവിടെ ഇപ്പൊ പുതിയൊരു ന്യൂസ് കിട്ടിയായിരുന്നു. അവൻ ആ കരയുടെ അകത്ത് പോയപ്പോൾ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് അയാളെ വെള്ളത്തിലേക്ക് മറിച്ചിട്ടിട്ട് അവൻ അവിടെ നിന്ന് ഓടിയെന്ന്. ആ ഫോൺ അവൻ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ആ ഫോണിന്റെ നമ്പർ ട്രാക്ക് ചെയ്തപ്പോഴേക്കും ആ നമ്പർ ഇപ്പൊ നിലവിലില്ലെന്നാണ് പറയണത്. അവൻ മിക്കവാറും എന്തെങ്കിലും അവന്റെ ആൾക്കാരെ ഫോൺ ചെയ്തിട്ട് ഫോൺ നശിപ്പിച്ചിട്ടുണ്ടാവുമായിരിക്കും. അവനൊരു വല്ലാത്ത ജന്മമാണ് സർ. അതെ, ഇതുപോലത്തെ ഒരു സാധനത്തിന് ഞാനും എന്റെ കരിയറിൽ ഇതുവരെ കണ്ടിട്ടില്ലടോ എന്ന് എസ് ഐ പറയാണ്. കിരൺ പറയണ്ട, എന്തൊക്കെ സംഭവിച്ചാലും കാർത്തികയുടെ വിവാഹത്തിന് അവൻ വന്നിരിക്കും. ഏത് വേഷത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും അവൻ മരിച്ചാലും കുഴപ്പമില്ല, കാർത്തിക ചേച്ചി ലക്ഷ്മിയമ്മയും ആ സ്വത്തുക്കൾ അനുഭവിക്കരുത്. അതാണ് അവന്റെ ഉദ്ദേശം. അതിനെ വേണ്ടിയാണ് അവൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യ ബോംബായിട്ട് വരാം അവൻ വരാൻ ഒരു മടിയില്ല സാറേ എന്ന് പറയണം. അപ്പൊ എസ് എ പണ്ട് എന്തൊക്കെ വന്നാലും നിങ്ങൾ ആ ഓഡിറ്റോറിയത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടല്ലോ, കാര്യങ്ങളൊക്കെ എല്ലാം നോക്കുന്നുണ്ടല്ലോ അല്ലെ? എല്ലാം നോക്കുന്നുണ്ട് സാർ. പിന്നെ ഇവന്റെയൊക്കെ സ്വഭാവമല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഈ കല്യാണം കുറച്ച് ലഘുവായിട്ട് നിങ്ങളുടെ വീട്ടുകാർ മാത്രം ഉൾപ്പെടുത്തി വീട്ടിൽ വെച്ച് ചെറിയ രീതിയിൽ ചടങ്ങ് നടത്തുന്ന കാര്യമല്ലേ ഉള്ളൂ, രജിസ്ട്രാർ വേണമെങ്കിൽ വീട്ടിൽ വന്നിട്ട് ചെയ്തു തരുമല്ലോ എന്ന് പറയുമ്പോൾ കിരൺ പറയണ്ട്, ശരിയാ സാർ അങ്ങനെ മതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാവരും അറിയിച്ചു ഗംഗപ്രസാദ് മരിച്ചു എന്ന രീതിയിലാണ് എല്ലാവരും വിവാഹമൊക്കെ വിളിച്ചത്. ഇനിയിപ്പോ എല്ലാരും വിളിച്ച് മാറ്റി പറയണ്ടേ? മാത്രല്ല അവനെ പേടിച്ച് എന്തിനാ സാർ ഒരു ആഘോഷം ഇല്ലാതാക്കണം? അവൻ കൊല്ലാൻ വേണമെങ്കിൽ വരട്ടെ, എന്തായാലും അതിനു മുമ്പ് അവൻ ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അവൻ ഇല്ലാതാക്കുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അവൻ വരട്ടെ സർ, ഞങ്ങളും അവനെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്ന് കിരൺ പറയുന്നുണ്ട്. അതിനുശേഷം അമലു കരച്ചിലോട് കരച്ചിലാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വേലു അമലുടെ അടുത്ത് പോയിട്ട് പറയണ്ട, അമലു നീ ഇങ്ങനെ വിഷമിക്കല്ലേ അമലു, നോക്ക് മാമന്റെ ശരീരം ദഹിപ്പിച്ചു, മാമിയാണെങ്കിൽ ആകെ വിഷമത്തിലാണ്, ഇതുവരെ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. നീ മാമിയുടെ കാര്യം ശ്രദ്ധിക്കണം. മാമിക്ക് ഇനി ആരാ ഉള്ളത്? നീ മാത്രല്ലേ ഉള്ളൂ, ഞാനുണ്ട്. പക്ഷെ മാമനില്ലാത്ത കുറവ് അത് വലിയൊരു കുറവ് തന്നെയാണ്. എല്ലാത്തിനും കാരണം ഞാനാണ്, എല്ലേ വേലുവേട്ട എന്ന് അമലു പറയുമ്പോ, ഇല്ല അമലു നീയല്ല, മാമന് ചിലപ്പോ അത്രേ ആയുസ് ഉണ്ടാവുള്ളൂ. പിന്നെ അവന്റെ ചതി ഞാൻ പലവട്ടം നിങ്ങളത് പറഞ്ഞല്ലേ, നിങ്ങൾ ആരും വിശ്വസിച്ചല്ല. എനിക്ക് അവനെ ആദ്യം കണ്ടപ്പോ തന്നെ തോന്നിയായിരുന്നു അവൻ എന്തോ കള്ളത്തരം മറയ്ക്കുന്നുണ്ടെന്ന്. പിന്നെ അവനെ സംസാരിക്കാൻ കഴിയുമെന്നും എനിക്ക് സംശയം ഉണ്ടോണ്ടാ ഞാൻ നിന്നോട് പറഞ്ഞത്. അവനെ സംസാരിക്കാൻ കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന്. പക്ഷെ ആരും അത് സമ്മതിച്ചില്ല. പോട്ടെ, ഇനിയിപ്പോ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. അമലു എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും ഇല്ല എന്ന് പറയാണ്. അമല് പറയുന്നുണ്ട്, എന്തായാലും അമ്മക്ക് എന്നോട് ദേഷ്യമായിരിക്കും അല്ലെ? എന്തിന്? ഒരു ദേഷ്യം ഉണ്ടാവില്ല. അല്ല ഞാൻ കാരണമാണല്ലോ ആ വിനായകൻ എന്ന് പറഞ്ഞ ആ ദുഷ്ടൻ ഇവിടെ കൂടുതൽ കാലം ജീവിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴേ അവനെ ഇവിടുന്ന് കാട്ടിന്ന് നീക്കം ചെയ്താനെ. സാരില്ല അമലു, ഇപ്പൊ എന്തായാലും സംഭവിക്കേണ്ടത് സംഭവിച്ചു. നോക്ക്, നിന്നോട് എനിക്കൊരു ദേഷ്യമില്ല, എന്റെ നെഞ്ചിൽ തന്നെ അമലു ഇപ്പോഴും നീ ഉള്ളത്. നോക്ക്, നീ എന്തൊക്കെ തെറ്റ് ചെയ്താലും എന്തൊക്കെ തെറ്റ് നിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ ഒരിക്കലും നിന്നെ കൈവിടില്ല അമലു. കാരണം എന്താണെന്നറിയാമോ, ചെറുപ്പം മുതൽ ഞാൻ അങ്ങനെ ശീലിച്ചതാണ്. എന്റെ മാമനും മാമി എനിക്ക് വേണ്ടിട്ട് എന്നെ പറഞ്ഞു വെച്ചതാണ്. എനിക്ക് നീയേ ഉള്ളൂന്ന് മാമൻ ഇടക്കിടക്ക് പറയുമായിരുന്നു. മാമന് ചിലപ്പോ നേരത്തെ ഈ മരണമൊക്കെ നേരിട്ട് അറിഞ്ഞിട്ടുണ്ടാവായിരിക്കാം. എന്നോട് ഇപ്പൊ 2-3 ദിവസം മുമ്പ് വരെ പറഞ്ഞതാണ്, അമല് പാവമാണ്, ഒരിക്കലും ഞാൻ കൈവിടരുത്, അവളെയൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും കൈവിടരുത്. മാമൻ എന്റെ അടുത്ത് പറഞ്ഞതാണ്, ഞാൻ മാമന് വാക്കും കൊടുത്തതാണ്, നിന്നെ ഒരിക്കലും ഞാൻ കൈവിടില്ലെന്ന്. ആ വാക്ക് ഞാൻ പാലിക്കും അമലു, നിന്നെ ഒരിക്കലും ഞാൻ കൈവിടില്ല എന്ന് പറയുമ്പോൾ അമല് പറയുന്നുണ്ട്, എനിക്ക് ചതി പറ്റി എന്ന് പറഞ്ഞ് കരയാണ്. എന്ത് ചതി? അല്ല ആ ദുഷ്ടനെ ഞാൻ വിശ്വസിച്ചില്ലേ? എന്റെ അപ്പം മരിക്കാൻ കാരണം ഞാനല്ലേ? ഞാൻ പറഞ്ഞില്ലേ അമലു, ഇപ്പോ കിരൺ സാറിന്റെ അച്ഛനെ അവൻ കൊല്ലാൻ നോക്കി, അതുപോലെ തന്നെ കല്യാണി മേഡത്തിന്റെ അമ്മേനെ അവൻ കൊന്നതും അവൻ തന്നെയാണ്. അങ്ങനെ പല ആൾക്കാരെ കൊന്നതും കൊല്ലാൻ നോക്കിയതൊക്കെ അവൻ തന്നെയാണ്. അതിന് മറ്റുള്ളവരാരും അതിനൊരു കാരണക്കാരല്ല. എല്ലാവരും അവനെ വിശ്വസിക്കും. ഈ പറഞ്ഞ കിരൺ സാറും അതുപോലെ കല്യാണി മേഡം ഒക്കെ ഒരു സമയത്ത് അവനെ വിശ്വസിച്ചതാണ്, അവനെ വീട്ടിൽ കയറ്റിയതാണ്, കിരൺ സാറിന് വരെ അവൻ കൊല്ലാൻ നോക്കിയതാണ്. അത് നിനക്കറിയാവോ? അതുപോലെ നീയും വിശ്വസിച്ചു. എന്തായാലും വേറൊരു ചതിയും പറ്റിയിട്ടില്ലല്ലോ അമലു, അതെന്നെ ദൈവഭാഗ്യം, നമ്മുടെ മലദൈവങ്ങൾ നിന്നെ കാത്തു എന്ന് വേലു പറയുമ്പോൾ അമലു പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കണം, ഈശ്വര ഞാൻ ഗർഭിണിയാണെന്ന് എങ്ങനെയാ ഞാൻ വേലുവേട്ടനോട് പറയാ? എങ്ങനെയാ ഈ കാട്ടിലുള്ളവർക്ക് പറയാ? ഇന്നല്ലെങ്കിൽ ഞാൻ നാളെ ഈ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വരും. അങ്ങനെ എങ്ങാനും പുറത്തു പോവാണെങ്കിൽ എന്റെ മരണമായിരിക്കും അത് എന്നൊക്കെ പറഞ്ഞിട്ട് അമലു ഇങ്ങനെ കരയാടുമ്പോ വേലു ചോദിക്കണ്ട്, നീ എന്തിനാ ഇനി വിഷമിക്കുന്നത്? എന്തിനാ അമലു വിഷമിക്കുന്നത്?
ഞാൻ നിന്റെ കൂടെ തന്നെയില്ലേ അമലു, നീ ഇങ്ങനെ വിഷമിക്കല്ലേ, നിനക്കിപ്പോ ഒരു ചതിയും സംഭവിച്ചില്ലല്ലോ, അവനെ വിശ്വസിച്ചു, നീ അവനെ പ്രണയിച്ചു എന്നൊക്കെ എനിക്കറിയാം. വേണ്ടാത്ത രീതിയിൽ കാട്ടിൽ നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല അമലു, എനിക്ക് നിന്നെ വിശ്വാസമാണ് എന്നൊക്കെ പറയണം. അമലു ആണെങ്കിൽ ആകെ പൊട്ടിക്കരയായിട്ട്, ഈശ്വര, വേലുവേട്ടൻ ഇത്ര നല്ല സ്വഭാവമുള്ള വേലുവേട്ടനെ ഞാൻ ചതിച്ചല്ലോ, എല്ലെങ്കിലും എനിക്ക് ഈ ശിക്ഷ തന്നത് നല്ല ദൈവങ്ങൾ തന്നെയാണ്. ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഈ കാട്ടിൽ നിന്ന് പോകണം, അതിനേക്കാൾ നല്ലത് ആത്മഹത്യയാണ്. അതെ, ഞാൻ മരിച്ചേ പറ്റൂ, ഞാനിതിനെ ജീവിച്ചിരിക്കുന്നത് എന്റെ അപ്പേണ്ണ മരിക്കാൻ കാരണക്കാരി ഞാനാണ്, അതുകൊണ്ട് ഞാൻ ഇനി ജീവിച്ചിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമലു ആ ഒരു തീരുമാനം എടുക്കാണ്ട് ഇനി ജീവിക്കേണ്ട എന്നൊരു തീരുമാനം. അതേസമയം നമ്മുടെ ഗംഗപ്രസാദ് ആണെങ്കിൽ കൂട്ടുകാർ ഒരു പാർപ്പിടമൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ഗംഗപ്രസാദ് കുറച്ചു നാളത്തേക്ക് ഒളിവിൽ നിൽക്കാൻ വേണ്ടി. അങ്ങനെ ഗംഗ കൂട്ടുകാർ പറഞ്ഞേക്കണ ആ പാർപ്പിടത്തിൽ പോയി നിൽക്കുക കേട്ടോ. അതായത് അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഗംഗക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഗംഗ മനസ്സിൽ വിചാരിക്കുകയാണ് കാർത്തികയുടെ വിവാഹം അത് എപ്പോഴാന്ന് അറിയില്ല, എപ്പോഴാണെന്നുണ്ടെങ്കിലും കാർത്തികേനെ ഇല്ലാതാക്കിയേ പറ്റൂ. കാർത്തികനെ ലക്ഷ്മി അമ്മനെ രണ്ടുപേരും ഇല്ലാതാക്കണം. അതിനുശേഷം ഞാൻ മരിച്ചാലും ഒരു കുഴപ്പമില്ല, അവർ രണ്ടുപേരും അങ്ങനെ സുഖമായിട്ട് ജയിക്കണ്ട. അവര് കാരണമാണ് ഇത്രയൊക്കെ എനിക്ക് സംഭവിച്ചത്, ഇനി ഒരിക്കലും അവര് ജീവനോടെ പാടില്ല എന്നൊക്കെ നമ്മുടെ ഗംഗ ഇങ്ങനെ വിചാരിക്കാ. അങ്ങനെ ഗംഗ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ കിരൺ കല്യാണത്ത് പറയണ്ട്, കല്യാണി നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നാളെ ആ കാട്ടിൽ വരെ ഒന്ന് പോകണം. എന്താ കിരണേട്ടാ? അല്ല, അവിടെ മൂപ്പ മരിച്ചിട്ട് നമ്മൾ ആ ദിവസം പോയില്ല, നമുക്കത് താങ്ങാൻ പറ്റില്ലായിരുന്നല്ലോ, എന്തായാലും അവിടെ വരെ പോണം. മൂപ്പന്റെ ഭാര്യനെയും അമലുവിനെയും ഒന്ന് കാണണം, അവരെ സമാധാനിപ്പിക്കണം. ശരിയാ കിരണേട്ടാ, ഞാനും വിചാരിക്കുന്നു അമലുവിനെയും അതുപോലെ തന്നെ മൂപ്പന്റെ ഭാര്യനെയും കാണുന്നു. പാവം അമലുവിനായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമം. കാരണം വേലു കുറെ പ്രാവശ്യം പറഞ്ഞതാണല്ലോ അവനെ വിശ്വസിക്കരുത്, അവളാണല്ലോ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത്. അതുകൊണ്ട് അവൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമം. അവളുടെ അപ്പ മരിച്ചത് കൊണ്ട് അവൾ ഒരുപാട് വേദനിക്കുന്നുണ്ടാവും. എന്തായാലും നമുക്ക് നാളെ തന്നെ പോയിട്ട് അവരൊന്ന് കാണാൻ കിരണേട്ട എന്ന് കല്യാണി പറയാണ്. അങ്ങനെ കല്യാണിയും കിരണും കൂടി കാട്ടിൽ പോയിട്ട് അവരെ കാണാൻ വേണ്ടി പോകുക കേട്ടോ. അങ്ങനെ കാണാൻ പോയതിനു ശേഷം കിരൺ വേലുവിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചാൽ മതി എന്നൊക്കെ പറയാണ്. മൂപ്പന്റെ ഭാര്യ എവിടെയും ചോദിക്കുമ്പോഴേക്കും വേലു പറഞ്ഞിട്ട് ഇതുവരെ മാമി എഴുന്നേറ്റിട്ടില്ല, മരിച്ച് മാമന്റെ ബോഡി ദഹിപ്പിച്ച് കിടന്ന കിടപ്പാണ്, ഇതുവരെ എഴുന്നേറ്റിട്ടില്ലെന്ന് പറയണം. അമലു അങ്ങനെ തന്നെ, അവൾ ആ കാരണമാണ് മാമ മരിച്ചെന്ന് പറഞ്ഞിട്ടുള്ള കുറ്റബോധത്തിൽ അവളും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കല്യാണി പോയി അമലിനെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അമലുടെ കരച്ചിൽ കാണുമ്പോൾ കല്യാണിക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട്. അമലിനോട് ചോദിക്കുന്നുണ്ട്, അമലു, നീയും അതുപോലെ തന്നെ ഗംഗപ്രസാദ് തമ്മിൽ എന്തോ ഒരു അടുപ്പമുള്ള രീതിയിൽ കിരണേട്ടനും വേലും ഒക്കെ പറഞ്ഞിരുന്നു, സത്യമാണോ എന്ന് ചോദിക്കുമ്പോ അതേ ചേച്ചി, സത്യമാണ്, ഞാൻ അയാളെ വിശ്വസിച്ചിരുന്നു, ഞാനും അയാളും തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്ന് പറയാണ്. അപ്പോ കല്യാണി ചോദിക്കണ്ട്, സത്യം പറയാമല്ലോ, നിനക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ എന്ന് ഞാൻ ചോദിക്കണേ. കാരണം നിന്റെ ഈ വിഷമവും നിന്റെ ഈ വേദനയൊക്കെ കാണുമ്പോൾ നിന്റെ അപ്പം മരിച്ചത് മാത്രമല്ല, അതിനപ്പുറം നീ വേറെന്തോ തെറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സത്യം പറ, അവന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ, നീ എന്നോട് സത്യം പറ എന്ന് പറയാണ്. അമലു പൊട്ടിക്കരയാണ്. അപ്പൊ കല്യാണിക്ക് കാര്യം മനസ്സിലായി, അമലുക്ക് തെറ്റ് സംഭവിച്ചെന്ന്. പക്ഷെ അമലിനെ ഉപേക്ഷിച്ച് കളയാനും കല്യാണിക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ കാര്യം കാട്ടിലെ ആൾക്കാരെ അറിഞ്ഞു കഴിഞ്ഞാൽ അമലുവിനെ അവിടുന്ന് പുറത്താക്കുകയും ചെയ്യും. അപ്പൊ അതിന് എന്ത് പരിഹാരം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി അവർ ആലോചിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ട്. എന്തായാലും അമലു ഗർഭിണിയാണെന്നുള്ള കാര്യം അറിയാൻ പോണത് കല്യാണി തന്നെയാണ് കേട്ടോ. ആദ്യം കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.